വരുന്നു. GCCയുടെ അടിയന്തര യോഗത്തെ സംബന്ധിച്ച് വി വിനോദ് വിവരങ്ങൾ നൽകും. വി വിനോദ്, ഇത് മധ്യേഷ്യയിൽ മുഴുവൻ സങ്കീർണമാകുന്ന യുദ്ധതരംഗം അല്ലെങ്കിൽ മിസൈൽ തരംഗം വരികയാണ്. മധ്യേഷ്യയിൽ പല രാജ്യങ്ങൾ, ഖത്തർ, കുവൈറ്റ് തുടങ്ങിയ രാജ്യങ്ങളെല്ലാം ഈ വിഷയത്തെ ബഹ്റിൻ ഒക്കെ വലിയ ഗൗരവത്തോടെ ഉറ്റുനോക്കേണ്ട ഒരു സാഹചര്യം എത്തിയിരിക്കുന്നു. അവർ പ്രതിരോധിക്കേണ്ട സാഹചര്യം. ഒപ്പം തന്നെ ഈ GCC ഇപ്പോൾ എന്ത് നിലപാടെടുക്കും? എന്താണ് ഈ അടിയന്തര യോഗത്തിൻ്റെ വിവരങ്ങൾ? മനു, വളരെ നിർണായകമായൊരു നീക്കമാണ് GCCയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. ഇത് ഗൾഫ് രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ്, അവരുടെ ഒരു കൗൺസിലാണ്. ഇപ്പോഴത്തെ നില തുടർന്നു കഴിഞ്ഞാൽ അത് ഈ മറ്റ് ഗൾഫിലെ രാജ്യങ്ങളെ ഇറാൻ ആക്രമിക്കുന്ന നില അത് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകും. കാരണം സ്വാഭാവികമായി GCCയിലെ അംഗങ്ങളാണ് ബഹ്റിൻ, കുവൈറ്റ് അവിടുത്തെ അംഗമാണ്, ഖത്തർ അംഗമാണ്, സൗദി അറേബ്യ അംഗമാണ്, UAE അംഗമാണ്. UAEയിലേക്ക് ആക്രമണം വന്നു, ഖത്തറിലേക്ക് ആക്രമണം വന്നു, കുവൈറ്റിലേക്ക് ആക്രമണം വന്നു, ഡ്രോൺ. ബഹ്റിനിൽ അവിടെ അമേരിക്കൻ നേവൽ ബേസിൻ്റെ കേന്ദ്രം എന്ന നിലയിൽ ആക്രമിക്കപ്പെടുന്നു. ഒമാനിലേക്കും ആക്രമണമുണ്ട് എന്ന വിവരങ്ങൾ കൂടി വരുന്നു. അപ്പോൾ GCC രാജ്യങ്ങളെ ഇത് വളരെ 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 ശക്തമായി ബാധിച്ചിരിക്കുന്നു എന്നതല്ലേ വിനോദ് മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും ഈ ഒമാനെ ആക്രമിച്ചതിൽ ഖത്തറിൻ്റെയും സൗദിയുടെയും പ്രതിഷേധം ഇതിനകം വന്നു കഴിഞ്ഞു. അവർ അവരുടെ ആക്രമണത്തെ അവരുടെ നിലപാടിലൂടെ അവർ എതിർക്കുന്നുണ്ട്, അവർ അപലപിക്കുന്നുണ്ട്. ഇപ്പോൾ അതായത് ഒരു ഗൾഫ് രാജ്യത്തെ ആക്രമിച്ചതിൻ്റെ പേരിൽ മറ്റ് രാജ്യങ്ങളെല്ലാം തന്നെ ഇറാൻ്റെ നടപടിയെ അപലപിച്ചുകൊണ്ട് രംഗത്തെത്തുന്ന ഒരു നിലയുണ്ടാകുന്നു. ഈ സ്ഥിതി തുടരുന്നത് പ്രത്യേകിച്ച് GCCക്ക് ഗുണം ചെയ്യില്ല. ഈ മിഡിൽ ഈസ്റ്റിലെ മറ്റ് രാജ്യങ്ങൾക്ക് അത് ഗുണം ചെയ്യുന്ന ഒരു സാഹചര്യമായിരിക്കില്ല. സ്വാഭാവികമായും ഇസ്ലാമിക രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ്. അവർ ഈ ഒരു പ്രതിസന്ധി മറികടക്കുക എന്നത് വളരെ ഗൗരവത്തോടു കൂടി തന്നെ കാണുന്നു. നില തുടരുന്നത് ഗുണകരമാകില്ല. കാരണം ഇതിപ്പോൾ ഇസ്രായേൽ ഇറാനെ ആക്രമിക്കുന്നു, ഖമേനിയുടെ വധം അത് സ്ഥിരീകരിക്കുന്നു, അതിനുശേഷം പ്രധാനപ്പെട്ട ആളുകൾ കൊല്ലപ്പെട്ട വിവരങ്ങൾ പുറത്തു പറയുന്നു. അതിനുശേഷം ഇറാൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്ന നീക്കം ഗൾഫ് രാജ്യങ്ങളെ ആക്രമിക്കുന്നുണ്ട്, മറ്റ് രാജ്യങ്ങളെ ആക്രമിക്കുന്നു. അതിന് കാരണമായി അവർ ചൂണ്ടിക്കാട്ടുന്നത് അമേരിക്കയ്ക്ക് സൈനിക താവളം ഒരുക്കി എന്ന ഒരു കാരണമാണ്.